നമുക്കൊരു 5:35 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? 1 2 3 4 ഒറ്റ സെക്കൻഡ്. ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നില്ല, എല്ലാവർക്കും വിസിബിൾ അല്ലേ നോക്കി. എല്ലാവർക്കും ഡോക്യുമെന്റ് വിസിബിൾ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ ഒക്കെ നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഇതിൽ നമ്മൾ കണ്ടുവരുന്നത് മൊത്തം ഒരു പേപ്പർ തന്നെയാണ് വരുന്നത്. അതിൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് വരുന്നത്. അപ്പൊ പാർട്ട് 1 വരുന്നത് നമുക്കിപ്പം ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, MCQസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കി നോക്കാം. ആരെങ്കിലും ഒക്കെ ഒന്ന് റിപ്ലൈ ആയോ? Okay. First question. Letters of appointment of the new judges in Supreme Court by the President of India is officially termed as warrants of appointment. അതായത് സുപ്രീം കോടതിയിലെ പുതിയ ജഡ്ജസിന് അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് കൊടുക്കുന്നതിന് എന്താണ് പറയുന്നത്? അപ്പോൾ വാറന്റ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ്. ദ ഒഫീഷ്യൽ ടേം ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ന്യൂ ജഡ്ജസ് ടു ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ബൈ ദ പ്രസിഡന്റ് ഈസ് വാറന്റ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ്. അതായത് സുപ്രീം കോടതിയിലെ പുതിയ ജഡ്ജസിന്
അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നതിന് അതിന് എന്താ പേര് വിളിക്കുന്നതെന്നുള്ളത് അതാണ് വാറന്റ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ടേം യൂസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 124(2)ലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടേം യൂസ് ചെയ്തിരിക്കുന്നത് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ജഡ്ജസ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ത്രൂ എ ഫോർമൽ ഡോക്യുമെന്റ് സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ദം. ഒരു ഫോർമൽ അതുപോലെ തന്നെ ഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. സീൽഡ് ആൻഡ് സൈൻഡ് ബൈ ഹിം. പ്രസിഡന്റ് ആണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which bilingual monthly journal has been listed in the consortium for academic research and ethics, the University Grants Commission? ഇതിൽ ഏതാണ് ബൈലിംഗൽ മന്ത്ലി ജേർണലായിട്ട് കൺസോർട്ടിയം ഫോർ അക്കാഡമിക് റിസർച്ച് ആൻഡ് എത്തിക്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? കെയർ എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ചലച്ചിത്ര സമീക്ഷ ചലച്ചിത്ര സമീക്ഷ. ആൻഡ് എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, Chalachitra Samiksha, the first edition of Chalachitra Samiksha, the official magazine of the Kerala State Chalachitra Academy, was released in 2017. 2017 ചലച്ചിത്ര അക്കാദമിയുടെ മാഗസീനായിട്ട് ചലച്ചിത്ര സമീക്ഷ പബ്ലിഷ് ചെയ്യുന്നത്. MT വാസുദേവൻ നായരായിരുന്നു ഫസ്റ്റ് കോപ്പി. ആ സമയത്ത് 2017 MT വാസുദേവൻ നായർ ഫസ്റ്റ് കോപ്പി ഫിലിം മേക്കർ ആയിട്ടുള്ള സയ്യിദ് മിശ്രയ്ക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. 32 എഡിഷൻസ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബൈലിംഗൽ മാഗസിൻ ദാറ്റ് വാസ് കൺവീൻസ്ഡ് as a part of the academy's initiatives to propagate a film culture of superior quality has been well received by academicians and cinephiles alike. The magazine includes both serious discussion on cinema and interviews and well-researched articles on noted film personalities to give closer insights into their lives and works. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഇടയ്ക്ക്. കുഴപ്പമില്ല, ചാറ്റ് ബോക്സ് ഞാൻ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ച് ഞാൻ കാണും. ഓക്കെ. ചലച്ചിത്ര സമീക്ഷ 2017 ചലച്ചിത്ര സമീക്ഷ വരുന്നത്. MT വാസുദേവൻ നായരാണ് ഫസ്റ്റ് കോപ്പി കൊടുത്ത് അത് പബ്ലിഷ് ചെയ്യുന്നത്. 32 എഡിഷൻസ് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഒഫീഷ്യൽ മാഗസീൻ ആയിട്ടാണ് ചലച്ചിത്ര സമീക്ഷ വരുന്നത്. ഓക്കെ. അടുത്തത്, he was nominated to the Srimulam Praja Sabha in 1921 and 1931. He fought for the depressed class and established Pratyaksha Raksha Daiva Sabha, headquartered in Iravipuram, Pathanamthitta. Who is this reformer? ഇത് ഒരു റിഫോമറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീമൂലം പ്രജാസഭ 1921 to 1931 പുള്ളി നോമിനേറ്റഡ് ആയിട്ടുണ്ട്. ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ടും അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് പുള്ളി നിന്നിരിക്കുന്നത്. ഇരവിപുരം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട്, പത്തനംതിട്ടയിലെ ഇരവിപുരം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഹെഡ്ക്വാർട്ടർ അവിടെ നിന്നിട്ടുണ്ട്. ആരാണ് ഈ സോഷ്യൽ റിഫോമർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻസ് പറയുന്നത് കണ്ടൻ കുമാരൻ, അയ്യ വൈകുണ്ഠർ, തൈക്കാട് അയ്യ, കുമാര ഗുരുദേവൻ. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കുമാര ഗുരുദേവനാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അയ്യ വൈകുണ്ഠർ was a prominent 19th century social and religious reformer in Tamil Nadu. Credited with founding the അയ്യവഴി റിലീജിയൻ. അയ്യവഴി റിലീജിയൻ എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഫൗണ്ട് ചെയ്തതിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് അയ്യ വൈകുണ്ഠറിനെ പറയുന്നത്. തമിഴ്നാട്ടിലെ ഒരു സോഷ്യൽ അതുപോലെ റിലീജിയസ് റിഫോമർ ആയിരുന്നു അയ്യ വൈകുണ്ഠർ. ഹി ചാലഞ്ച്ഡ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രീച്ച്ഡ് ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനും അതുപോലെ ഇക്വാലിറ്റിനെയും ഒക്കെ പുള്ളി, കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ പുള്ളി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സോഷ്യൽ ജസ്റ്റിസിനെയും ഒക്കെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആളായിരുന്നു അയ്യ വൈകുണ്ഠർ. While his work had a significant impact on marginalized communities, especially among the Tamil Nadu people, he was not associated with the Srimulam Prajasabha or the Pratyaksha Raksha Daiva Bhavan, and his activities primarily predated the 20th century. പുള്ളി തമിഴ്നാട് പീപ്പിളിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ വളരെയധികം അസോസിയേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിലും ശ്രീമൂലം പ്രജാസഭയും അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാദൈവ സഭയായിട്ട് പുള്ളിക്ക് യാതൊരു ബന്ധവും ഇല്ല.
അടുത്തത് തൈക്കാട്ടയ്യ. തൈക്കാട്ടയ്യ was an influential teacher and mystic who mentored some of Kerala's greatest social reformers, including ചട്ടമ്പി സ്വാമികൾ ആൻഡ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളെയും അതുപോലെ ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെ മെന്റർ ചെയ്തിട്ടുള്ള ഒരാളാണ് തൈക്കാട്ട അയ്യ എന്ന് പറയുന്നത്. പക്ഷേ although he was a earlier figure in Kerala's Renaissance and contributed immensely to spiritual and philosophical awakening, there is no historical evidence that his പുള്ളിയും അതുപോലെ ഈ ശ്രീമൂലം പ്രജാസഭയായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതായിട്ടൊന്നും പറയപ്പെടുന്നില്ല, ഹിസ്റ്ററി പറയപ്പെടുന്നില്ല. അടുത്തത് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ വാസ് എ സോഷ്യൽ റിഫോമർ ഫ്രം കേരള ഹു പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ അപ്ലിഫ്റ്റിംഗ് ദ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, എസ്പെഷ്യലി ത്രൂ ഹിസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS in 1909. 1909ലാണ് PRDS എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ഓർഗനൈസേഷൻ വഴി, അതായത് this organization worked for the emancipation of the Dalits and other backward classes. ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടിയിട്ടും ദളിറ്റ്സിനും വേണ്ടിയിട്ടും ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു കുമാരഗുരുദേവൻ കൊണ്ടുവന്ന PRDS, പ്രത്യക്ഷ രക്ഷ ദൈവ സഭ എന്ന് പറയുന്നത്. He was indeed nominated the Srimulam Praja Sabha in both 1921 and 31, a legislative council in the princely state of Travancore. His work was centered in ഇരവിപേരൂർ, പത്തനംതിട്ട. സോറി ട്ടോ, ഇരവിപേരൂർ എന്നാണ് പത്തനംതിട്ടയിലെ. അടുത്തത് സൽമാൻ റുഷ്ദിയുടെ ലേറ്റസ്റ്റ് നോവൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ വരുന്നത് വിക്ടറി സിറ്റി ആണ്. Cursed Bunny is a collection of spectacular short stories by the South Korean author Boracha. It gained international Cursed Bunny ബോറാച്ചാങ് എന്ന് പറയുന്ന പുള്ളിയുടെയാണ്. വിക്ടറി സിറ്റി എന്ന് പറയുന്നതാണ് റുഷ്ദിയുടെ വരുന്നത് ബുക്ക് വരുന്നത്. 2023ലാണ് പബ്ലിഷ് ചെയ്ത്. ഇറ്റ് ഈസ് എ മാജിക്കൽ റിയലിസ്റ്റിക് ടെയിൽ ഇൻസ്പയർഡ് ബൈ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് മിത്തോളജി, chronicling the story of a woman who, blessed with divine powers, creates a vast empire through the power of words. The novel blends fantasy, feminism, and politics and was Rushdi's first publication following the 2022 knife attack on him in New York. പെയർ എന്ന് പറയുന്നത് മെമ്മറി ഓഫ് പ്രിൻസ് ഹാരി ആണ്. എ ഡിസ്മാറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദർ ഇസ് നോ വൈഡ്ലി നോൺ, അങ്ങനെ ഒരു പുസ്തകമേ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് തീം ഓഫ് ദ 13th എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഹെൽഡ് അറ്റ് തൃശൂർ ഇൻ ഫെബ്രുവരി 2023 ഈസ് ടൈറ്റിൽഡ്. 13ാമത്തെ എഡിഷൻ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ 13ാമത്തെ എഡിഷനിലെ തീം എന്ന് പറയുന്നത് നോ ബൗണ്ടറീസ് നോ വാൾസ് എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ, 14ാമത്തെ എഡിഷനിൽ എന്തായിരുന്നു എന്നുള്ളത്. എൻസിമ്പിൾ പീസ് ആൻഡ് കോൺഫിഡൻസ് ആയിരുന്നു 14ാമത്തെ എഡിഷനിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് 14ാമത്തെ എഡിഷനിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പം 2024ലെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ തീം എന്തായിരുന്നു ചോദിക്കുമ്പോൾ എൻസിമ്പിൾ പീസ് ആൻഡ് കോൺഫിഡൻസ്. ഓക്കെ, അടുത്തത് മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പ്രൈസ് 2023 ഈസ് വോൺ ബൈ ആർക്കായിരുന്നു? 2023ലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പ്രൈസ് കിട്ടിയത് പെഗി മോഹനായിരുന്നു. പെഗി മോഹന്റെ വാണ്ടറേഴ്സ്, കിങ്സ് ആൻഡ് മെർച്ചൻസ് എന്ന് പറയുന്ന ബുക്കിനായിരുന്നു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് നോക്കണം, 2024ല് ഏത് ബുക്കിനാ കിട്ടിയെന്ന് നോക്കണം. ദേവിക റെച്ച് ഫോർ ഹെർ ഡെബ്യൂട്ട് നോവൽ ക്വാർട്ടർ ലൈഫ് എന്ന് പറയുന്ന ബുക്കിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത്. ദ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പ്രൈസ് 2024 was awarded to Devika Rick for her debut novel Quarter Life. അതുപോലെ ഇതും. The 40th edition of the International Theatre Festival of Kerala held in 2024 featured the theme Ensemble Peace and Confidence. അയച്ചാലോ? ഇതിപ്പോ ഞാനേ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടില്ല. ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്നായിരുന്നു എക്സാം വരുന്നേ? അതൊന്ന് ഡേറ്റ് ഒന്ന് പറയോ?
നമ്മുടെ 16-നാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഞാൻ നോക്കാം, എനിക്ക് ഉറപ്പില്ല. ഇതെന്തായാലും ഞാനിപ്പോ അയച്ചിടാം. കഴിഞ്ഞ വർഷത്തെ 2-3 വർഷത്തെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സും, അതുപോലെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചത് 2023 ചോദിച്ചപ്പം നമുക്ക് 2024 കൂടെ അറിയണമല്ലോ. നമുക്ക് പ്രോബബിലി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെ വരുന്ന ഒരു PDF ഇടാൻ പറ്റുമോ ഞാൻ ഒന്ന് നോക്കട്ടെ. കേരള യൂണിവേഴ്സിറ്റിന്റെ എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിന്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ സാറുമാരുടെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ അവരുടെ അടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ക്ലാസ് എടുത്തു തരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതല്ലേ, നമ്മൾ പഴയതുപോലെ ക്ലാസ് എടുക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവൂലോ. ഇപ്പം ഞാൻ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, 2021, 22, 23, 24 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം വളരെ ക്രീമി ലെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് പോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. ഞാൻ എഴുതുമ്പോഴും അങ്ങനെയായിരുന്നു, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ അപ്പം കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിന്റെ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സാറുമാർക്ക് ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അസൈൻ ചെയ്ത് തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് ദിവസം മുന്നേ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം. ഇതിപ്പം എന്നോട് 2 ദിവസം മുന്നേ പറഞ്ഞു, അപ്പൊ ചെറിയൊരു ഇതുണ്ട്. അത് കുഴപ്പമില്ല. നമുക്കിപ്പം 16-ാം തീയതിയാണല്ലോ പരീക്ഷ വരുന്നത്. ഇന്ന് 11, 12, 13. ഓക്കെ. ഇന്നും നാളെയും കൂടി ഇരുന്നിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കൂടെ ആൻസേഴ്സ് ചെയ്ത് കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പഠിക്കണം കേട്ടോ. നിങ്ങൾ റെഫർ ചെയ്യുന്ന എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസിൽ 2023 കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ 2024 കാര്യങ്ങൾ നിങ്ങൾ നോക്കി പഠിച്ച് പോകണം. ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിലിംസ് ബേസ്ഡ് ഓൺ വേൾഡ് വാർ സെക്കൻഡ് ഈസ് ഡയറക്റ്റഡ് ബൈ സ്റ്റീഫൻ സ്പിൽബർഗ്? ഏതാണ്? സ്കിൻഡേഴ്സ് ലിസ്റ്റ് ആണ്. സ്കിൻഡേഴ്സ് ലിസ്റ്റ് is a 1993 American epic historical drama film directed and produced by Steven Spielberg and written by Steven Silverman. It is based on the historical novel Skindler's Ark by Thomas Henley. ഇത് ഒന്ന് നോക്കി വെക്കണം. ഈ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് എവിടെയൊക്കെ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ CUET-ക്കൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കണ്ട ഒരു ഓർമ്മയുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു സിനിമയും, ഈ സിനിമയെ കുറിച്ച് ഒന്ന് പഠിച്ചു വെച്ചു കേട്ടോ. അറിഞ്ഞു വെച്ചാൽ മതി. അതായത് ഹിസ്റ്റോറിക്കൽ നോവൽ ബേസ്ഡ് ആണ് വരുന്നത്. നോവലിന്റെ പേരെന്തായിരുന്നു, അതുപോലെ നോവൽ എഴുതിയ ആളുടെ പേരെന്തായിരുന്നു, ഏത് വർഷമാണ് ഇത് ഇറങ്ങിയത്, പ്രൊഡ്യൂസ് ചെയ്ത ആരാണ്, അങ്ങനെയുള്ള കാര്യം. അടുത്തത്, according to a report published by the Central Pollution Control Board recently, after testing the water collected from 603 rivers in India, the most polluted river is, ഏറ്റവും പൊല്യൂഷൻ കൂടിയ റിവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ സബർമതിയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ആയിട്ടുള്ള റിവർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്തത്, ഹു ഇസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ്. സഞ്ജു സാംസൺ ആണ് ആൻസർ വരുന്നത്. 2023 in February 2023, Kerala Blasters FC announced Indian cricketer Sanju Samson as their brand ambassador. Sanju, who hails from Thiruvananthapuram, Kerala, is a prominent figure in Indian cricket and serves as the captain for the Rajasthan Royals in Indian Premier League. His association with Kerala Blasters FC aims to strengthen the club's connection with fans and promote football across the state. Sanju expressed his enthusiasm for role. പിന്നെ അത് ബ്ലാ ബ്ലാ ബ്ലാ, അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ സഞ്ജു സാംസൺ ആണ് ബ്രാൻഡ് അംബാസിഡർ 2023 വന്നിട്ടുണ്ടായിരുന്നത്. Who won the maximum number of Grammy Awards during its 65th year history? ആർക്കാണ് കൂടുതൽ നമ്പർ ഓഫ് ഗ്രാമി അവാർഡ്സ് കിട്ടിയത്? ബിയോൺസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബിയോൺസിന് ഒരു സെക്കൻഡ്, ബിയോൺസിന് എത്ര വട്ടം കിട്ടിയെന്ന് നോക്കട്ടെ. മുപ്പത്തഞ്ച് അവാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ബിയോൺസിന്. 35 അവാർഡ്സ് ആണ്
കിട്ടിയിരിക്കുന്നുണ്ടായിരുന്നത്. അടുത്തത് ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ ഈസ് ഇന്ത്യ ദ മോഡി ക്വസ്റ്റ്യൻ ഈസ് എന്ന് പറയുന്ന സോറി ദ മോദി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നരേന്ദ്രമോദിയുടെ ബുക്കാണോ, ബയോപിക് ആണോ, BBC ഡോക്യുമെന്ററി ആണോ, ഡോക്യു ഡ്രാമ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതെന്തായിരുന്നു? ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BBC ഡോക്യുമെന്ററി ആയിരുന്നു. അടുത്തത് COP27 the 27th conference parties of the UN Framework Convention on Climate Change was conducted in November 2022 at ഷറം എൽ ഷെയ്ഖ് ഈജിപ്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് COP27 27th Conference of Parties to the UN Framework Convention on Climate Change was conducted in November 2022 Sharm el Sheikh, Egypt. TIPRA Motha is a പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ത്രിപുര. ത്രിപുരയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് TIPRA മോത്ത എന്ന് പറയുന്നത്. അടുത്തത് ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് എഡിറ്റർ ഇൻ ചീഫ് ഓഫ് ദ ഹിന്ദു. ഹിന്ദുവിന്റെ എഡിറ്റർ ഇൻ ചീഫ് ആരാണ് എന്നാണ്. സുരേഷ് നമ്പാത്താണ് എഡിറ്റർ ഇൻ ചീഫ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ മാത്രമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഭയങ്കര അപ്പൊ നമുക്ക് ഞാൻ ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക്, അതിന് എനിക്കൊരു ആൻസർ വേണം. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് എഡിറ്റർ ഇൻ ചീഫ് ഓഫ് ദ ഹിന്ദു എന്നാണല്ലോ നമ്മൾ ചോദിച്ചേക്കുന്നത്. എന്റെ ആൻസർ സുരേഷ് നമ്പാത്താണ്. അപ്പം സുരേഷ് നമ്പാത്ത് ഏത് വർഷമാണ് എഡിറ്റർ ഇൻ ചീഫ് ആയതെന്നൊന്ന് പറയോ? ആർക്കൊന്നും പറയാനില്ലേ? നന്ദന. യെസ്, 2019. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ദ ഹിന്ദുവിന്റെ എഡിറ്റർ ഇൻ ചീഫ് നമ്മൾ പറഞ്ഞു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ ഇൻ ചീഫ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ ഇൻ ചീഫ് ആരാണ്? രാഹുൽ ശിവശങ്കർ. ഓക്കെ. അടുത്തത് ഹു ഇസ് ദ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഓഫ് മാതൃഭൂമി ന്യൂസ് പേപ്പർ റെസ്പോൺസിബിൾ ഫോർ സെലക്ഷൻ ഓഫ് ന്യൂസ് അണ്ടർ PRB ആക്ട്. ആരാണ് മാതൃഭൂമിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നാണ് ചോദിക്കുന്നത്. PV ചന്ദ്രനാണ്. മാതൃഭൂമി എസ്റ്റാബ്ലിഷ് ആയ വർഷം ഏതാ? നയൻറ്റീൻ 23. 1923. ആരും ഒന്നും പറയണില്ലല്ലോ. ഓക്കെ. Who among the following is one of the news presenters of First Post Vantage? Palki Sharma Upadhyay. അടുത്ത ക്വസ്റ്റ്യൻ. Who authored Gujarat Files, Anatomy of a Cover-up? Who authored Gujarat Files,
അനാട്ടമി ഓഫ് എ കവർ. ആരാണത്? റാണ അയൂബാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ദ ബുക്ക് ഗുജറാത്ത് ഫയൽസ് അനാട്ടമി ഓഫ് എ കവർ വാസ് ഓതർഡ് ബൈ റാണ അയൂബ്. Rana Ayub is an investigative journalist who went undercover for 8 months to gather evidence on the 2002 Gujarat riots and the alleged role of political and police officials in the violence. Her book presents transcripts of secretly recorded interviews and uncovers uncomfortable truths among state complicity. Okay? റാണ അയ്യൂബിന്റെ ബുക്കായിരുന്നു ഗുജറാത്ത് ഫയൽസ് എന്ന് പറയുന്നത്. ഗുജറാത്ത് ഫയൽസ് അനാട്ടമി ഓഫ് എ കവറപ്പ് എന്ന് പറയുന്നത് 2002 നടന്ന ഗുജറാത്ത് റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു ബുക്കായിരുന്നു. അത് പുള്ളിക്കാരത്തി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു. Who among the following publishes World Press Freedom Index every year? എല്ലാ വർഷവും വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ് എന്നാണ് ചോദിക്കുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. The first journalist to win the Nobel Prize for Peace in 1935. 1935 ആദ്യമായിട്ട് നോബൽ പ്രൈസ് ഫോർ പീസ് മേടിക്കുന്ന ജേർണലിസ്റ്റ് കാർവോസ്കി ആയിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ റിസൈൻഡ് ഫ്രം ദ പോസ്റ്റ് ഓഫ് ഡാഷ് ഓഫ് ദ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ്. എന്തായിരുന്നു? ചെയർമാൻ പോസ്റ്റിൽ നിന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ റെസിഗ്നേഷൻ ചെയ്തിട്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 2023 നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് 2024 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ. 2024 നടന്ന കാര്യങ്ങൾ വേണം നമ്മൾ ഈ വർഷം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. The employees of which taluk office in Kerala have taken leave on en masse to visit Munnar in a luxury bus belonging to a quarry operator? ഇതെന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന തന്നെയാണ്. പത്തനാപുരം എന്നാണ് ആൻസർ വരുന്നത്. അടുത്തത് സീനിയർ ജേർണലിസ്റ്റ് ജി ശേഖരൻ നായർ who died recently in Thiruvananthapuram was a columnist and bureau chief of മാതൃഭൂമി till his retirement. ജി ശേഖരൻ നായർ 2023 മരിച്ചാന്ന് തോന്നുന്നു പുള്ളി. അപ്പം പുള്ളിയുടെ മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫ് ആയിരുന്നു പുള്ളി. ഇനി അടുത്തത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നോ നിങ്ങള്? അതിനെങ്കിലും ഒന്ന് S4 നോ എങ്കിലും പറഞ്ഞൂടെ? ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് MCQs വരുന്നുണ്ട്. MCQs വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് MCQ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ ഇത് വരും. ജനറൽ നോളജ് വരുന്നുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സ് ഇൻ ജേർണലിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റത്തെ ഒരു 30 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വരുന്നത്. അങ്ങനെയാണ്. പിന്നെ വരുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് പാരഗ്രാഫിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു 10-20 ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. 20-20ഓളം ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെയും ബാക്ക് ടു നമ്മുടെ ഇംഗ്ലീഷ് MCJ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു അറൌണ്ട് ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഒരു ഷോർട്ട് ഫോം തരും. അതിന്റെ അബ്രിവേഷനും അതുപോലെ അത് എന്താണെന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ പറയുകയാണ്. നമ്മൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് നാക് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നാക് എന്താണ്, അതുപോലെ NIRF എന്താണ്, CSIR എന്താണ്, സെബി എന്താണ്, KDISC എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു 5-6 അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു 5-6 വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ 5-6 വരുന്നത് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ്. ജസ്റ്റ് എന്താണ് ഇപ്പം നാക് എന്ന് പറയുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, ഇതാണ് അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് ഒരു 5-6 വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 6 വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒരു 50 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഇത്.
ഹിഡൻബർഗ് റിസർച്ച്, അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, സിദ്ദിഖ് കപ്പൻ, ISRO, ജസ്റ്റിസ് എസ് അബ്ദുൽ നാസർ. ഇങ്ങനെ പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു 50 വേർഡ്സിൽ എഴുതാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണം എന്ന് പറയുന്നത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പാരഗ്രാഫ് തരും, അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതാം. അതിന് അറൗണ്ട് 20 മാർക്ക് വരും. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത്. പിന്നെ കഴിഞ്ഞിട്ടുള്ളത് വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സ്റ്റേറ്റ്മെന്റിനെ നമുക്കൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ ക്രിട്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനോ ക്രിട്ടിക്കലി സംസാരിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതിന് 10 മാർക്ക്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ക്രിട്ടിക്കലി ഡിസ്കസ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യന് 10 മാർക്ക്, മലയാളത്തിൽ എഴുതാൻ വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് 20 മാർക്ക്, പിന്നെ ബാക്കിയുള്ളതിനെല്ലാം ഓരോ മാർക്ക് വെച്ചിട്ടാണ്. 1 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യന് ഓരോ മാർക്ക്. 1 മുതൽ 60 വരെ എന്ന് പറയുമ്പോൾ ഈ MCQs വരും, പിന്നെ അതുപോലെ ഈ എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. ഒക്കെ അതിനകത്ത് വരുന്നതിന് 20 മാർക്ക്, ബാക്കിയുള്ളതിന് ഓരോ മാർക്ക് വെച്ചിട്ടും പിന്നെ അതിനനുസരിച്ചിട്ടാണ് മാർക്കുകളുടെ ഡിവിഷൻ വരുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് എഴുതാൻ നോക്കുക. പിന്നെ അതുപോലെ ഇപ്പൊ MCQs ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ. മെയിൻ ആയിട്ട് ക്രീമി ലെയറിലുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പം ഞാൻ എന്തായാലും 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഗ്രൂപ്പിനകത്ത് ഇടാം. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഒന്ന് വായിച്ചിട്ട് പോവാട്ടോ. മാക്സിമം ഞാൻ നോക്കാം കറക്റ്റ് ആൻസേഴ്സ് മാത്രമായിട്ടാണെങ്കിലും ഇട്ടുതരാൻ നോക്കാം. അത് എക്സ്പ്ലനേഷനും കൂടെ പറ്റുമെന്നും കൂടെ നോക്കാം. എന്തായാലും കറക്റ്റ് ആൻസേഴ്സ് ഞാൻ 4 വർഷത്തിന് ഇട്ടുതരാം. ഓക്കെ, നമുക്ക് നാക്ക് എന്താന്ന് നോക്കാം. നാക്ക് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. NAAC, the National Assessment and Accreditation Council, is an autonomous body established by the University Grants Commission. UGC എന്താണ്? University Grants Commission. In 1994, headquartered in Bengaluru, Karnataka. ബംഗളൂരുവിലാണ് UGCന്റെ headquarters ഇരിക്കുന്നത്. Its primary purpose is to assess and accredit institutions of higher education in India to ensure quality standards in teaching, learning, research, infrastructure, and governance. NAC plays a vital role in promoting excellence in Indian higher education by grading institutions based on various parameters such as curriculum, faculty, student support, research, and institutional values. Accreditation by NAC helps institutions gain credibility, improve performance, and receive grants from the government. The grades awarded range from A++ to D, indicating the overall quality and effectiveness of the institution. നമുക്കറിയാലോ നാക് എന്താണെന്നുള്ളത്. 1994ലാണ് വന്നത്. UGC ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഇതെന്തിനാ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റീസിന്റെയും കോളേജസിന്റെയും ഒക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ അവരുടെ സ്റ്റാൻഡേർഡ്സ് ടീച്ചിങ്ങും ലേണിങ്ങും റിസർച്ചും ഗവർണൻസും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു ഓട്ടോണമസ് ബോഡിയാണ് നാക് എന്ന് പറയുന്നത്. നാക് ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നാക്കിൽ ഓരോ ഗ്രേഡ്സ് ഉണ്ട്. A++ to D എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട്. ഇതിൽ A++ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസിന് അല്ലെങ്കിൽ കോളേജസിന് ഗവൺമെന്റിന്റെ നിന്ന് ഒരുപാട് ഗ്രാന്റ്സും അതുപോലെ ക്രെഡിബിലിറ്റിയും ഈ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നാക്കിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് ആണ്. അടുത്തത് NIRF. The National Institutional Ranking Framework is an initiative launched by the Ministry of Education, Government of India in 2015 to rank higher education institutions across the country. NIRF എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2015 കൊണ്ടുവന്നതാണ്. കൺട്രിയിലെ രാജ്യത്തെ മുഴുവനുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ റാങ്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് NIRF എന്ന് പറയുന്നത്. The framework outlines a methodology to rank institutions based on key parameters such as teaching, learning, and resources,
research and professional practices, graduation outcomes, outreach and inclusivity, perception. NIRF aims to foster cultural and excellence in education by promoting competition and accountability among institutions. Rankings are published annually in various categories like engineering, management, law, pharmacy, and overall institution performance. This rankings helps students make informed decisions and encourage institutions to continually improve their standards. NAAC, the National Assessment and Accreditation Council, UGC, University Grants Commission, NIRF, National Institutional Ranking Framework. അടുത്തത് CSIR, Council of Scientific and Industrial Research. The Council of Scientific and Industrial Research is one of India's premier research and development organizations established in 1942. 1942 established ചെയ്ത one of the India's premier research and development organizations ആണ് CSIR എന്ന് പറയുന്നത്. It operates under the Ministry of Science and Technology, Government of India. Government of India Science and Technology വിഭാഗത്തിന്റെ കീഴിലാണ് അത് വർക്ക് ചെയ്യുന്നത്. CSIR is known for its cutting-edge scientific and industrial research in diverse fields, including aerospace, biotechnology, environmental science, and chemicals. With a network of over 35 laboratories and 40 outreach centers across India, CSIR has contributed significantly to innovation, technology development, and societal transformation. Its work supports industries, advances scientific knowledge, and addresses national challenges through science and innovation. അടുത്തത് SEBI, Securities and Exchange Board of India. The Securities and Exchange Board of India is the regulatory authority for the other securities and capital markets in India. Established in 1988 and given statutory powers through the SEBI Act 1992, SEBI's primary role is to protect investors' interests, regulate and security market, and ensure fair practices among market practitioners. Participants. It supervises stock exchange for brokers, mutual funds, and other financial intermediaries, ensuring transparency, reducing malpractices, and fostering the development of a healthy investment environment. SEBI plays a crucial role in maintaining investor confidence and the integrity of the Indian financial system. SEBI കുറച്ചുകൂടി ബാക്കി നമ്മൾ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് കുറച്ചുകൂടെ കണക്ട് ആയിട്ട് വരുന്ന സമയത്ത് SEBI എന്ന് പറയുന്നത് എക്കണോമിക്സും അതുപോലെ ഇന്ത്യയുടെ ഫിനാൻസുമായിട്ട് കുറച്ചുകൂടെ കണക്ട് ആയിട്ട് വരുന്നതാണ് SEBI എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് KDISC ആണ്, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ കുറച്ച് ദിവസം ഉണ്ട്, ഒരു 5 ദിവസം ഉണ്ട്. ഈ 5 ദിവസത്തിൽ പഠിക്കുന്ന സമയത്ത് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സിന്റെ ഇപ്പം എക്സാമ്പിൾ പറയാൻ സ്വയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ CUTക്ക്. അതുപോലെ കേരളത്തിന്റെ ഏതൊക്കെ പ്രോഗ്രാംസാ ഉള്ളത്, അതുപോലെ കേരളത്തിന്റെ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാ ഉള്ളത് എന്നൊന്ന് നോക്കണം. അപ്പൊ കേരളത്തിന്റെ ഒരു ഇനീഷ്യേറ്റീവിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലൈഫ് മിഷൻ എന്താണെന്നറിയോ? വാട്ട് ഈസ് ലൈഫ് മിഷൻ? ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അല്ല, ഞാൻ വേറെ റെഫർ ചെയ്ത സമയത്ത് കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എന്താണ് ലൈഫ് മിഷൻ? ലൈഫ് മിഷൻ എന്ന് പറയുന്നത് എ മാസീവ് ഹൗസിംഗ് ക്യാമ്പയിൻ ടു ബിൽഡ് ഹൗസസ് ഫോർ ഫാമിലീസ് വിത്തൗട്ട് ലാൻഡ് ഓർ ഹൗസിംഗ്. Emphasis will be on financial empowerment and providing means of livelihood. All landless and homeless will be rehabilitated. ഇത് കേരളത്തിന്റെ ഒരു പദ്ധതിയാണ്, ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയും. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക്, അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു ക്യാമ്പയിൻ ആണ്, ഒരു മാസീവ് ഹൗസിംഗ് ക്യാമ്പയിൻ ആണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അടുത്ത പോക്സ്കോ
പോക്സോ എന്താണ്? പോക്സോ refers to the Protection of Child from Sexual Offences Act 2012. Protection of Children from Sexual Offences Act 2012. ഒന്നുകൂടെ പറയണേ. പോക്സോ refers to the Protection of Children from Sexual Offences Act 2012, a law in India that aims to protect children from sexual assault, sexual harassment, and pornography. It also provides for establishing special courts to handle these cases efficiently. The Act defines as a child as anyone under 18 years of age. 18 വയസ്സിന് താഴെയുള്ളവർക്കെതിരെയുള്ള എന്ത് സെക്ഷൽ ആക്ടിവിറ്റി, അതുപോലെ സെക്ഷൽ ആക്ടിവിറ്റി ആണെങ്കിലും സെക്ഷൽ അസോൾട്ട് ആണെങ്കിലും സെക്ഷൽ ഹരാസ്മെന്റും ഒക്കെ ഇതിന്റെ കീഴിലാണ് വരുന്നത്. സോ എന്താണ് BBC? BBC എന്താണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലെ? The British Broadcasting Corporation is a British public service broadcaster headquartered at Broadcasting House in London, England. ഇംഗ്ലണ്ടിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. Originally established in 1922 as the British Broadcasting Company, it evolved into its current state with its current name on the New Year's Day 1927. 1927ലാണ് BBC എന്ന് പറയുന്ന പേരിലോട്ട് മാറിയിട്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഈ 2024 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാത്ത ക്വസ്റ്റ്യൻ ഒരു 4 ഇപ്പൊ നമ്മൾ നോക്കിയത്. 3 നോക്കിയത്. ലൈഫ് മിഷൻ എന്താണ്? ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു പദ്ധതിയാണ്. മാസീവ് ഹൗസിംഗ് ക്യാമ്പയിൻ ആണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. പോക്സോ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ആണ് വരുന്നത്. കുട്ടികളിൽ നിന്ന് 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടികളിൽ നിന്നും സെക്ഷൽ അസോൾട്ടിൽ നിന്നും സെക്ഷൽ ഹരാസ്മെന്റിൽ നിന്നും അതുപോലെ പ്രോണോഗ്രഫിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് പോക്സോ എന്ന് പറയുന്നത്. അടുത്ത BBC എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വാട്ട് ഈസ് ഫസ്റ്റ് ബെൽ? First Bell is a digital teaching platform for primary education in Kerala, India. First Bell is an interim arrangement for regular classes for students of standard 1 to 12. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു ഡിജിറ്റൽ ടീച്ചിങ് പ്ലാറ്റ്ഫോം ആണ് ഫസ്റ്റ് വെൽ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ടീച്ചിങ് പ്ലാറ്റ്ഫോം ആണ് പ്രൈമറി എഡ്യൂക്കേഷനിൽ കേട്ടോ. പ്രൈമറി എഡ്യൂക്കേഷൻ കേരളത്തിലെ അവർക്ക് വേണ്ടിയിട്ട്, അതായത് 1 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ടീച്ചിങ് പ്ലാറ്റ്ഫോം ആണ് ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാവോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, BBC എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കൗൺസിൽ ആണ്. ബ്രിട്ടീഷ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ. അതായത് നമ്മുടെ ആകാശവാണി ഒക്കെ പറയില്ലേ, അതുപോലെയാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് കോർപ്പറേഷൻ വരുന്നത്. ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. 1922ലാണ് ഇവർ ശരിക്കും എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഫൗണ്ട് ചെയ്യുന്നത് 1992ലാണ്. ഇപ്പോഴത്തെ പേര് കിട്ടുന്നത് 1927ലാണ്. ഇപ്പൊ നമ്മൾ അത് നോക്കേണ്ടതുള്ളൂ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കൗൺസിൽ. കാരണം നമ്മൾ CUETക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് വേൾഡും അതുപോലെ ഇന്ത്യയും നമ്മൾ നല്ലോണം കവർ ചെയ്യണം. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേതൊക്കെ ഒരു ക്രീമി ലെയറിലും ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നല്ല ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് എന്നായിരുന്നു? നമ്മുടെ
സബ്ജക്ട് എന്നാ വരുന്നത്, ഡേറ്റ് വന്നിട്ടുണ്ടായോ നമ്മുടെ പേപ്പർ എന്നാ വരുന്നത്? ഓക്കെ, അത് പിന്നെ എന്നായിരിക്കുമല്ലോ അല്ലെ. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് ഹിഡൻബർഗ് റിസർച്ച് ആണ്. ഹിഡൻബർഗ് റിസർച്ച് ഇത് ഹിൻഡൻബർഗ് റിസർച്ച് ഈ ഹിൻഡൻബർഗ് റിസർച്ച് ഞാൻ മുന്നേ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് എന്താ സംഭവം എന്നൊന്ന് നോക്കി വെക്കുക കേട്ടോ. Hindenburg Research is a US-based financial research firm known for forensic financial investigation and short-selling reports. Founded by Nate Anderson in 2017, the firm specializes in exposing corporate fraud and accounting irregularities. കോർപ്പറേറ്റ് ഫ്രോഡും അതുപോലെ അക്കൗണ്ടിങ് ഇറഗുലാരിറ്റീസും ഒക്കെ കൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു ഫേം ആണ് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്നത്. It gained major attention in 2023 after releasing a critical report on the Adani Group alleging stock manipulation and financial misconduct. 2017 ഫൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇത് റെക്കഗ്നേഷൻ കിട്ടുന്നത് 2023 അദാനി ഗ്രൂപ്പിനെതിരെ ഒരു ക്രിട്ടിക്കൽ റിപ്പോർട്ട് ഇവർ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇവര് അത്യാവശ്യം നല്ലൊരു എല്ലാവരും അറിയാൻ തുടങ്ങിയ ഒരു ഫേം ആയി മാറിയത് 2023 അദാനി ഗ്രൂപ്പിന് ഒരു ക്രിട്ടിക്കൽ റിപ്പോർട്ട് ഇവർ സമർപ്പിച്ചതിന് ശേഷമാണ്. റിപ്പോർട്ട് ലെഡ് ടു എ സിഗ്നിഫിക്കന്റ് മാർക്കറ്റ് റിയാക്ഷൻ ആൻഡ് ഗ്ലോബൽ സ്ക്രൂട്ടിനി. ഹിൻഡൻബർഗ് റിസർച്ച് typically profits by taking short positions in the companies it investigates, making it a controversial yet influential player in financial transparency. അടുത്തത് ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, ഈ കെ ഡിസ്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇതൊക്കെ വൺ വേർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഹിൻഡൻബർഗ് റിസർച്ചും അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, സിദ്ദിഖ് കാപ്പൻ ISRO, ജസ്റ്റിസ് S. അബ്ദുൽ നസീർ എന്നുള്ളതൊക്കെയാണ് 50 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, AWBI. ഇത് ആ ഷോർട്ട് ഫോം ഒന്ന് പഠിച്ചു നോക്കുക. AWBI. The Animal Welfare Board of India is a statutory advisory body established in 1962 under the Prevention of Cruelty to Animals Act 1960. It operates under the Ministry of Fisheries, Animal Husbandry and Dairy. The board's main role is to promote animal welfare and ensure that animals are treated humanly. It provides guidance on laws relating to animal cruelty, oversees animal welfare organization and advises the government on policies. The AWBI also regulates practices in areas like animal experimentation, pet shops and stray animal management. ഓക്കെ, അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിന് എന്തായിരിക്കും ഉണ്ടാവുക, അനിമൽസിനെ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു അനിമൽസ് ആണ് ഉണ്ടാകുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്ത് 1962 1916 വന്ന ആക്ടിന്റെ പ്രകാരം 1962 ഉണ്ടാക്കിയ ഒരു സ്റ്റാറ്റ്യൂട്ടറി അഡ്വൈസറി ബോഡിയാണ് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് സിദ്ദിഖി കാപ്പൻ is an Indian journalist from Kerala who became widely known after his arrest in October 2020 while on his way to report on the Hathras gang rape case in Uttar Pradesh. He was charged under the Unlawful Activities Act and other laws, which led to national and international debates about press freedom and human rights in India. Kappan's prolonged detention without trial drew criticism from media rights organizations and civil society. In 2023, he was granted bail after spending over 2 years in custody. സിദ്ദിഖി കാപ്പൻ എന്ന് പറയുന്ന കേരളത്തിലൊരു ഇന്ത്യൻ കേരളത്തിലൊരു ജേർണലിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ 2020 അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പുള്ളി ഹത്രസ് ഗാങ് റേപ്പിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഉത്തർപ്രദേശിൽ പോയ സമയത്ത് അൺലോഫുൾ ആക്ട് UPA ആക്ട് പ്രകാരം UAPA ആക്ട് പ്രകാരം പുള്ളിയെ 2 വർഷത്തോളം ജയിലിൽ അടക്കി. അവിടെ ഇല്ലാണ്ടായത് പ്രസ് ഫ്രീഡവും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സുമാണ് അവിടെ ഉണ്ടായിരുന്നത്, വയലേറ്റ് ചെയ്യപ്പെട്ടത്. പുള്ളിനെ ജയിലിലാക്കിയിടത്തോളം
ഇന്റർനാഷണലിയും അതുപോലെ നാഷണലിയും ഒരുപാട് ചർച്ചകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2 വർഷത്തിന് ശേഷം 2023 പുള്ളിക്ക് ഒരു ബെയില് കിട്ടുകയും 2 വർഷത്തിന് ശേഷം പുള്ളി ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്താണെന്നറിയാലോ? Indian Space Research Organization is India's national space agency founded in 1969 and operates under the Department of Space, Government of India. ISRO is renowned for its cost-effective and successful space missions, including Chandrayaan and Mangalyaan. Its goals include space research, satellite communication, remote sensing, navigation, and interplanetary exploration. ISRO has made significant contributions to India's technological and advancement, national security, and disaster management through its satellite and rocket technologies. Indian Space Research Organization എന്നാണ് ISROന്റെ ഫുൾ നെയിം പറയുന്നത്. ഇന്ത്യയുടെ നാഷണൽ സ്പേസ് ഏജൻസിയാണ് ISRO. 1969 ഫൗണ്ട് ചെയ്തത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഇന്ത്യൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഒരു സെക്കൻഡ്. ഇത് ഒന്ന് നോക്കണം കേട്ടോ നിങ്ങൾ. നമ്പി നാരായണനെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് നോക്കൂ. Oh, Justice S. Abdul Nasir. Justice S. Abdul Nasir is a retired judge of Supreme Court of India, known for his judgments on key constitutional matters. He served on the bench that delivered the Ayodhya verdict in 2019 and was also part of significant rulings on issues like triple talaq and privacy rights. മുത്തലാഖിനും അതുപോലെ പ്രൈവസി റൈറ്റ്സിനും അതുപോലെ അയോധ്യ വെർഡിക്റ്റിനും 2019 നടന്ന അയോധ്യ വെർഡിക്റ്റിലും ഒക്കെ പാർട്ടായിട്ടായിരുന്ന ഒരു ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ. After his retirement in January 2023, he was appointed as Governor of Andhra Pradesh. His judicial career is marked by a strong constitutional vision and a reputation of detailed legal reasoning. Okay. അപ്പം ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറഞ്ഞു പോവാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് കേട്ടാലും മാത്രം മതിയാവും. വിച്ച് എമംഗ് ദ ഫോളോയിങ് FM കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ ഹെഡ്സെറ്റ് ഒന്നും വെച്ചിട്ടില്ല, അപ്പൊ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. Which among the following FM radio stations is run by Malayalam Manorama? Malayalam Manoramന്റെ FM radio stations ഏതാണെന്നുള്ളതാണ്. റേഡിയോ മാംഗോ ആണ് മലയാള മനോരമയുടെ FM റേഡിയോ സ്റ്റേഷൻ. മലയാള മനോരമയുടെ എഡിറ്റർ ഇൻ ചീഫ് ആരാന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ എഡിറ്റർ ഇൻ ചീഫ് ഓഫ് മലയാള മനോരമ? മാമൻ മാത്യു. ഹു ഇസ് ദ ചീഫ് എഡിറ്റർ ഓഫ് ദേശാഭിമാനി? പുത്തലത്ത് ദിനേശൻ ആണ് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഇസ് ദ ഓതർ ഓഫ് ദ കോട്സൺ, ദ മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ ടെയിൽസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി? ഹു ഇസ് ദ ഓതർ ഓഫ് ദ കോട്ടിസൺ, ദ മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ ടെയിൽസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി? മനു എസ് പിള്ളയാണ്. മനു എസ് പിള്ളയുടെ വേറെ കുറച്ച് ബുക്കുകൾ കൂടി ഉണ്ട്. മനു എസ് പിള്ളയുടെ വേറെ ബുക്ക് എന്ന് പറയുമ്പോൾ ഐവറി ത്രോൺ, ദ ഐവറി ത്രോൺ. അത് 10 വർഷം മുന്നേ ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ഒരു 2-3 വർഷമായിട്ടാണ് അത് സെൻസേഷൻ പോലെ വരുന്നത് ഇപ്പോഴാണ്. പിന്നെ അടുത്ത പുള്ളിയുടെ ബുക്ക് ഗോഡ്സ് ഗൺ ആൻഡ് ദ മിഷണറീസ്. പിന്നെ റബൽ സുൽത്താൻസ്, ദ ഡിക്കാൻ ഫ്രം കിൽജി, ഫോൾ സലീസ്, വേർ ദ ഗോഡ്സ് ഡ്വെൽ. അങ്ങനെ കുറച്ച് 3-4 പുസ്തകങ്ങൾ പുള്ളിയുടെ പേരിൽ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ 3-4 ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആരാണ്? പുത്തലത്ത് ദിനേശൻ.
ദ കോർഡിസൺ, ദ മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ ടേൽസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് ഇറക്കിയതിന്റെ ഓതർ മനു എസ് പിള്ളை, മലയാള മനോരമയുടെ എഡിറ്റർ ഇൻ ചീഫ് മാമൻ മാത്യു, മലയാള മനോരമയുടെ FM റേഡിയോ സ്റ്റേഷൻ റേഡിയോ മാംഗോ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ പറ്റില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. ഗ്രൂപ്പിലും മെസ്സേജ് അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഗ്രൂപ്പിൽ എന്റെ നമ്പർ ഉണ്ട്, അപ്പൊ അതിനകത്ത് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഇപ്പം നമ്മൾ എത്ര പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ 2024 എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അതുപോലെ 2023 ചെയ്തു തരാം. പിന്നെ എക്സ്പ്ലനേഷൻ ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം സമയം കുറച്ചല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അയച്ചു തന്നാലും പഠിക്കാൻ പറ്റാനുള്ള സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് പക്ഷെ നിങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എന്തായാലും അയച്ചുതരാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഓക്കെ, അപ്പം താങ്ക് യു. താങ്ക് യു ടീച്ചർ.